ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ത്യയിൽ ഭക്തജനങ്ങളാൽ നിറയുന്ന ഒരു സംസ്ഥാനം, ഇന്ത്യയുടെ യോഗ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനം, ഗംഗാ ആരതി പോലെയുള്ള വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളുള്ള ഒരു സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലേക്കാണ് നമ്മുടെ ഇത്തവണത്തെ യാത്ര. സോ ഉത്തരാഖണ്ഡിലെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. ഈ യാത്രയിൽ അച്ഛൻ, അമ്മ, ഏട്ടൻ ആരുമില്ല. കസിൻസിൻ്റെ കൂടെയുള്ള ജേണിയാണ്. അതിൽ ആദ്യത്തെ കസിൻ എത്തിയിരിക്കുന്നത് ഇത് മിഥുൻ ദേവ്, ടുട്ടു എന്ന് വിളിക്കും. ടുട്ടു, വെൽക്കം ടു ദ വ്ളോഗ്. ഇത് ശ്യാമട്ടനെ പരിചയപ്പെടുത്തില്ല. ശ്യാമട്ടനാണ് എൻ്റെ അടുത്ത കസിൻ. ഞങ്ങൾ 3 കസിൻസ്, ഞാനടക്കം 4 പേരാണ് ഇന്നത്തെ യാത്ര. ശ്യാമട്ട, വെൽക്കം ടു ദ വ്ളോഗ്. സച്ചു ഡ്രൈവ് ചെയ്യുന്നു. നമുക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ. 11:10 ട്രെയിൻ. നമ്മൾ പെടച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അപ്പോൾ സുബിയേട്ടാ, പോയി വന്നിട്ട് കാണാം. ഇവിടെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. താങ്ക് യു. നീ കൂടെ ടാറ്റ പറയണേ. നമ്മൾ ബാക്ക് പാക്ക് ട്രിപ്പിംഗ് ആണ് കേട്ടോ. എല്ലാവരുടെയും പുറകിൽ നല്ല വലിയ ബാഗൊക്കെ ഉണ്ട്. ഇനി ട്രെയിൻ എത്ര മിനിറ്റ് ലേറ്റ് ആണെന്ന് അന്വേഷിക്കട്ടെ. എത്ര മണിയാന്ന് പറഞ്ഞേ? 11:45. അപ്പോൾ ഇനി നമുക്ക് ഒരു 11:45 വരെയൊക്കെ ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാം. കൊച്ചുവേളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്. കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ 4:50 സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിന് ഇവിടെ തൃശ്ശൂർ 11 മണിക്കാണ് എത്തേണ്ടത്. പക്ഷേ 11:22 ഇപ്പോഴും എത്തിയിട്ടില്ല. ഒരു 11:50, 12 ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ട്രെയിനിൻ്റെ മുകളിൽ പരസ്യം. മണിച്ചിത്രത്താഴ് പുതിയതായിട്ട് റിലീസ് ചെയ്തപ്പോൾ ലാലേട്ടനും ശോഭന ചേച്ചിയും സുരേഷ് ഏട്ടനും എല്ലാവരും ഉണ്ടല്ലോ. സംഭവം രസമുണ്ടല്ലേ കാണാൻ. ഇത് നമ്മുടെ ട്രെയിൻ അല്ല കേട്ടോ, നമ്മുടെ ട്രെയിൻ ഇല്ല, നമ്മുടെ ട്രെയിൻ വരുന്നേ ഉള്ളൂ. ലാലേട്ടൻ ഗൈസ്, നമ്മുടെ ട്രെയിൻ എത്തിയിട്ടോ. എത്ര മണിയായി അറിയോ? 11:54 നമ്മുടെ ട്രെയിൻ എത്തി. ഇത്രയും ആളുകൾ ഈ ട്രെയിനിലേക്കുള്ളതാണ്. അപ്പോൾ അവർ നമ്മളോട് ലഗേജ് ഒന്ന് എടുത്ത് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. അവരുടെ ലഗേജ് കൂടെ നമ്മൾക്ക് എടുക്കണം. ഒരേ കമ്പാർട്ട്മെൻറ്റിലാണ് നമ്മളെല്ലാവരും. D3 ആണ് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ്. ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് കയറി ഇട്ടോ നീ. ഇതര വലതുകാലം വെച്ച് കയറി. എന്താല്ലേ, 11:10 വരേണ്ട ട്രെയിന് 12 മണിക്കാണ് വരുന്നത്. നമ്മുടെ സീറ്റ് നമ്പർ 1, 2, 3, 4 ആണ്. അതാ ഒരു കവർ ഇതാ ഇവിടെ ഉണ്ട്. പിന്നെ ശ്യാമട്ടനയിലുണ്ട്. ഇവിടെയാണോ 1 എവിടെ? 1, 2, 3, 4 എവിടെ? 4 അവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇവിടെ അല്ലേ. ഞാൻ പ്രിഫറൻസ് സൈഡ് ബെർത്ത് കൊടുത്തു, പക്ഷേ സൈഡ് ബെർത്ത് കിട്ടിയില്ല. കുഴപ്പമില്ല, നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ലല്ലോ. കംഫർട്ടബിൾ അല്ലേ? അല്ല. അപ്പോൾ നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനോട് യാത്ര പറഞ്ഞുകൊണ്ട് കൊച്ചുവേളിയിൽ നിന്നും ഋഷികേശ് വരെ പോകുന്ന ആ ലോങ് ട്രെയിനിൽ കയറിയിരിക്കുന്നു. 2 ദിവസമല്ല, 2 ദിവസം 1 മണിക്കൂർ, 49 മണിക്കൂർ എടുത്താണ് നമ്മൾ ഹരിദ്വാറിൽ ഇറങ്ങുക. ഋഷികേശ് വരെ ഈ ട്രെയിന് പോകണമെന്നുണ്ടെങ്കിലും നമ്മൾ ഹരിദ്വാറിലാണ് ഇറങ്ങുക കേട്ടോ. ഞങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കുറ്റിപ്പുറമാണ്. പക്ഷേ കുറ്റിപ്പുറയിൽ ലോക്കൽ ട്രെയിൻസ് മാത്രമേ നിർത്തുള്ളൂ. വേണ്ട, എന്തൊക്കെ സാധനങ്ങൾ വിൽക്കുക. പിന്നെ അടുത്തുള്ള വലിയ ട്രെയിൻസ് നിർത്തുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് തിരൂരാണ്. തിരൂർ ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ല. ഒട്ടുമിക്ക ട്രെയിൻസും തിരൂർ നിർത്തും, പക്ഷേ ഈ ട്രെയിനിന് തിരൂർ സ്റ്റോപ്പില്ല. അപ്പോൾ നമുക്ക് തൃശ്ശൂർ വരെ വരേണ്ടി വന്നു. അത് കാരണം നമ്പറിൽ വിളിച്ചാൽ ക്ലീനിങ്ങിനും പെട്രോൾ അസിസ്റ്റൻസിനും ഒക്കെ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഒന്ന് വിളിച്ച് നോക്കാം അല്ലേ? രാത്രി കിടക്കാൻ നേരത്ത് വന്നിട്ട് ബെഡ് വിരിച്ച് തരുമോ? അതായിരിക്കും. ബെഡ് നമുക്ക് മറ്റേ തന്ന ബെഡ്ഷീറ്റിലൊക്കെ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരായിരിക്കും. പിന്നെ ഇവിടെ ഒരു ക്യാമറ ഉണ്ട് 3rd AC. 2nd AC ആണെങ്കിൽ ഫുൾ കർട്ടനായിട്ട് നല്ല പ്രൈവസി ആയിരിക്കും കേട്ടോ. ചില സ്റ്റേഷനിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഭക്ഷണമൊന്നും കിട്ടില്ല, ഫുഡൊന്നും കിട്ടില്ല. നമ്മൾ കുറച്ചൊക്കെ സ്നാക്സ് മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അഥവാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഒന്നും കിട്ടിയില്ലെങ്കിൽ ബ്രെഡല്ല ബണ്ണ് മേടിച്ചിട്ടുണ്ട്. ബണ്ണ്, അതിൻ്റെ കൂടെ ജാമ്, പിന്നെ കുറച്ച് കുർക്കുറെ, ലേസ്, പിന്നെ ഇടയ്ക്ക് കഴിക്കാൻ ഗ്രീൻ ആപ്പിൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിക്കാം ഉച്ചയ്ക്കുള്ളത്. എന്താ മേടിക്കുക? ബിരിയാണിയാ? വാ.
വാ. 5 മിനിറ്റ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഹോൾട്ട്. ഇനി കേരളം വിട്ട് കഴിഞ്ഞാൽ നല്ല നോണ് ഭക്ഷണമൊന്നും കിട്ടില്ല. അപ്പം അത് കാരണം നമുക്ക് ഇവിടെ നിന്ന് ഉച്ചത്തെ ഭക്ഷണം ബിരിയാണി ആക്കാം. പിന്നെ ഉത്തരാഖണ്ഡ് പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ ഫുൾ വെജാണ് അവിടെ. നല്ല ചൂടാണ് കേട്ടോ പുറത്ത്. നമ്മൾ തേർഡ് AC എടുത്തത് വളരെ നന്നായി. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പം നമ്മൾ 4 ചിക്കൻ ബിരിയാണി മേടിച്ചു ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന്. ഇനിയിപ്പോൾ കോഴിക്കോടാണ് നെക്സ്റ്റ് സ്റ്റേഷൻ. വേണമെങ്കിൽ കോഴിക്കോട് നിങ്ങൾക്ക് വാങ്ങിക്കാം. കോഴിക്കോടിനേക്കാൾ കൂടുതൽ നേരം ഷൊർണൂർ നിർത്തും. ഇവിടെ 5 മിനിറ്റും കോഴിക്കോട് 3 മിനിറ്റുമാണ് ഹോൾട്ട് ഉള്ളത്. അപ്പോൾ കോഴിക്കോട് നിന്ന് മേടിക്കുന്നേക്കാൾ നല്ലത് ഞങ്ങൾക്ക് തോന്നിയത് ഷൊർണൂരിൽ നിന്ന് മേടിക്കുന്നതാണ്. ഒരു ചിക്കൻ ബിരിയാണി, അങ്ങനെ 4 ചിക്കൻ ബിരിയാണി നമ്മൾ മേടിച്ചു. എങ്ങനെ ഉണ്ടാ? പോരാ, ടേസ്റ്റ് ഇല്ല, ഫ്ലോപ്പായി. അപ്പോൾ ഷൊർണൂരിൽ നിന്ന് നമ്മൾ മേടിച്ച ബിരിയാണി ഫ്ലോപ്പായി ഗൈസ്. കഴിച്ചു നോക്കിയേ, പറഞ്ഞേ. മൂട് പോയാ? എന്താ പാട്? അതെ, കേരളത്തിലെ ഭക്ഷണം ആയതുകൊണ്ട് നമുക്ക് വയറിന് പ്രശ്നമൊന്നും പറ്റില്ല. ടേസ്റ്റ് പോരാന്നാണ് പറയണത്. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുത്തിന് അവിടെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പായി. അവിടെ നല്ല തണുപ്പായിരിക്കും. അവിടെ നല്ല തണുപ്പാണ് മേലെ. നീ ഒന്നിരുന്നേ, നിന്റെ തലമുട്ടുണ്ടോ? മേലെ അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ മേലെ എടുക്കാതിരിക്കുകയാണ് നല്ലത്. നല്ല രീതിയിൽ തല മുട്ടും, നേരം പോലെ ഇരിക്കാൻ പറ്റില്ല. എല്ലാവരും ഉറങ്ങുകയായി ഗൈസ്. ഇവിടെ ഒരാൾ ഉറങ്ങുന്നു, ഇവിടെ അടുത്ത ആൾ ഉറങ്ങുന്നു, ഇവിടെ എല്ലാവരും ഉറങ്ങാം. എനിക്കും ഉറക്കമൊക്കെ വരുന്നുണ്ട്, പക്ഷേ നമുക്കൊക്കെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ, അത് കാരണം ഉറങ്ങാതിരിക്കുക. നമ്മുടെ തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിലെ ആളാണ്. ആള് പോക്കിരെ വന്നു വലിഞ്ഞു കയറുന്ന കണ്ടോ? ഞാൻ പോലോ. വാട്ട്സ് യുവർ നെയിം? അവൻ ഉറങ്ങി. तुम्हारा नाम क्या है? तुम्हारा नाम क्या है? ശ്യാമട്ടിനെ അറിയണ പോലെ ഇല്ല. നാം ക്യാ ഹെ? നാം ആഫിയ. അങ്ങനെ കാസർഗോഡ് എത്തി ഗൈസ് നമ്മൾ. ആരാ അത്? ഉറങ്ങാവൂല്ലേ അവൻ? നല്ല സുഖമായിട്ട് ഉറങ്ങണമൊക്കെ ഇപ്പോഴും. ശ്യാമട്ടൻ എണീറ്റു. ലഗേജ് നോക്കാൻ ആരുമില്ല, നമുക്ക് പെട്ടെന്ന് വരാം. ബാ, നമ്മൾ കാസർഗോഡ് എത്തി. ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് മാംഗ്ലൂരാണ്, കർണാടക. അപ്പോൾ നമ്മൾ കേരളത്തിനോട് വിട പറയാൻ പോവാണ്. വിഷമമുണ്ടോടാ? വിഷമിക്കണ്ട. അവന് തണുപ്പടിച്ച് ജലദോഷം പിടിച്ച് ഗൈസ്. നമ്മളെ കാസർഗോഡ് ഇറങ്ങിയപ്പോൾ ചായക്ക് കിട്ടിയില്ല. ആകെ 2 മിനിറ്റ് കാസർഗോഡ് സ്റ്റോപ്പുള്ളൂ. അപ്പോൾ പിന്നെ അപ്പുറത്ത് പോയിട്ട് ചായ മേടിക്കാന്ന് പറഞ്ഞാൽ സമയം പോകും. ട്രെയിൻ പോയാലോ. പിന്നെ മംഗലാപുരത്താണ് അടുത്ത സ്റ്റോപ്പ്. പക്ഷേ വണ്ടി എവിടെയോ നിർത്തിയിരിക്കുക. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഏതെങ്കിലും ട്രെയിൻ ക്രോസ് ചെയ്യാനാണോ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. ഇപ്പോൾ മംഗലാപുരത്തിന് തൊട്ടടുത്താണ് അടുത്ത സ്റ്റോപ്പ്. മംഗലാപുരമാണ്. ഒരു ട്രെയിൻ വരുന്നുണ്ട്. ആ ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ട്രെയിൻ പിടിച്ചിട്ടുണ്ടായിരിക്കുക. ആ ഒരു ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടി ട്രെയിൻ വരുന്നുണ്ടോ? ഇതേ ഒരുത്തെ ഉച്ചയുറക്കൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റിട്ടുണ്ട് കേട്ടോ. സമയം എത്ര മണിയായി അറിയോ? 5:15 എഴുന്നേക്കുന്നത്. ഗുഡ് മോർണിംഗ് ബ്രോ. ആ, വടയും ചമ്മന്തിയും ചട്നിയൊക്കെ ഉണ്ട്. കുറച്ച് വട മേടിച്ചിട്ട് ട്രെയിനിൽ പോയിരുന്ന് കഴിക്കാം. ഇത് മേടിക്കാം, 2 പ്ലേറ്റ് മേടിക്കാം. വടയും മേടിച്ചു, ചായയും മേടിച്ചു. അപ്പോൾ മംഗലാപുരത്ത് നിന്ന് മേടിക്കുകയാണ് നല്ലത്. കാരണം ഒരു 5 മിനിറ്റ് ഹോൾട്ട് ഉണ്ട് ഇവിടെ. കാസർഗോഡാണെങ്കിൽ ആകെ 2 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ മംഗലാപുരത്ത് നിന്ന് വണ്ടി എടുത്തു. ഇനി കർണാടകയിൽ ആകെ 2 സ്റ്റോപ്പേ ഉള്ളൂ. ഒന്ന് മംഗലാപുരം, അടുത്തത് ഉടുപ്പി. ഗൈസ്, നമ്മൾ ഉടുപ്പി എത്തിയിട്ടോ. ഉടുപ്പിയിലെ ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ച് നോക്കിയേ, എന്താ സെറ്റപ്പ് അല്ലേ. പുറമെ ട്രെയിൻ വന്നു എന്ന് കാണാം. നല്ല സൗകര്യമുള്ളൊരു AC ലോഞ്ച് അല്ലേ. കുറച്ച് സീറ്റ്സേ ഉള്ളൂ, പക്ഷേ അത്യാവശ്യം സൗകര്യം ഉണ്ടല്ലേ.
ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ എപ്പോഴാണാവോ വരിക. ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയതാ. ഇത് സെക്കൻഡ് എ സി ആയിട്ടോ, നടന്നാണ് സെക്കൻഡ് എ സിയുടെ അവിടെ എത്തി. സെക്കൻഡ് എ സി ആകുമ്പോൾ ഇത്തരത്തിൽ കർട്ടൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഇത് നോക്കിക്കേ, കപ്പിൾസിന് പറ്റിയൊരു സംഭവം. ഒരാൾക്കൂടെ കിടക്കാം, ഒരാൾക്കൂടെ കിടക്കാം. അടിപൊളിയല്ലേ? ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ബോർഡാണ്. ഗൈസ് നമ്മൾ ബെഡൊക്കെ സെറ്റ് ചെയ്തു. സമയം എത്ര മണിയായി അറിയോ? 9:19 എന്നാലും രാത്രി ആയില്ലേ, ഇനി പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. എൻ്റെ ബെഡ് ഞാൻ താഴെ സെറ്റ് ചെയ്തു. ശ്യാമുട്ടൻ ഇവിടെ കിടക്കും, സച്ചു നടുക്ക്, ടുട്ടു അവിടെ, ഞാൻ താഴെ. എൻ്റെ മോനെ ഗുഡ് നൈറ്റടാ. ഗുഡ് നൈറ്റ്. അപ്പം ഇനി പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. സോ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ 8 മണിയാകുമ്പോഴേക്കും നമ്മളെല്ലാവരും എണീറ്റു. ഓക്കെ, 2 പേര് ഇവിടെ, ഒരാൾ ഇതോ അവിടെ നിൽക്കുന്നു തൊട്ടു. നമ്മൾ രത്നഗിരി പാസ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് പൻവേലാണ്. പൻവേൽ എത്തുമ്പോഴേക്കും 12 മണിയാവും. സച്ചു ഞാൻ ഒരു തവണ പറഞ്ഞു, സച്ചു ഷെഫാണ്, ജർമ്മനിക്ക് പോകാൻ നിൽക്കുകയാണ്. നമ്മൾ മേടപ്പാറയിലേക്ക് പോയപ്പോൾ സച്ചുവിനെ ആയിട്ടുള്ളൊരു വ്ളോഗ് ചെയ്തതാണ്. അവനോട് ഞാനൊരു കത്തി എടുക്കാൻ പറഞ്ഞിട്ട് അവന് കത്തി എടുക്കാതെ മറന്നു വന്നിരിക്കുക. എന്നിട്ട് ആ സാധനം ഇതിപ്പോൾ കൈയായിട്ട് മുറിച്ചു. ഈ പന്നെ നീ ജർമ്മനിയിൽ പോയിട്ട് എന്ത് അപ്പോൾ IRCTCയുടെ ഫുഡ് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ വിശപ്പടക്കാൻ എന്തെങ്കിലും കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് കഴിക്കട്ടെ ഗൈസ്. ഈ ഫ്ലൈറ്റിൽ പോകുന്നേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം, പേഴ്സണലി ഇഷ്ടം ട്രെയിനിൽ പോകുന്നതാണ്. പക്ഷേ നമുക്ക് പോകാനുള്ള സമയം ഉണ്ടായിരിക്കണം, കൂടെ പോകാൻ ഇങ്ങനെ നമ്മുടെ വൈബിനൊത്ത ആൾക്കാരുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ട്രെയിൻ യാത്ര ഭയങ്കര രസമാണ്. ഫ്ലൈറ്റിൽ കയറി പെട്ടെന്ന് എത്തുമെന്നല്ലാതെ നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റില്ല. ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിക്കുക പറയുമ്പോൾ ഏതാ വൈബല്ലേ അല്ലേ ചേട്ടാ? വൈബ് അറ്റ് ഇറ്റ് സ്പീക്കാണ്. അവിടെ കോടമഞ്ഞും മലകളും എന്താ രസമല്ലേ. പൻവേൽ എത്തി കേസ്. നമ്മൾ പൻവേൽ മഹാരാഷ്ട്രയിലെ ഒരു മെയിൻ സ്റ്റേഷനാണ് പൻവേൽ. പൻവേലിൽ നിന്ന് എന്തോരം ആൾക്കാരെ കയറാൻ നോക്കിക്കേ. ഞങ്ങളൊരു 2-3 വർഷം മുന്നേ മഹാരാഷ്ട്രയിലെ ഹരിഹർ ഫോർട്ടിലേക്ക് യാത്ര വന്നായിരുന്നു. ഹരിഹർ ഫോർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു മലയാണ്, അത് കയറാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങൾ പൻവേലിലാണ് തിരിച്ചു വന്ന് താമസിച്ചതൊക്കെ. അപ്പോൾ പൻവേലിൽ നിന്ന് നമ്മൾ യാത്രയാവുകയാണ്. അതാണ് ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ കേട്ടോ. ആ കാണുന്നത് ഇന്റർസിറ്റി ട്രെയിൻസാണ് ആ കാണുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ മഹാരാഷ്ട്ര കടന്ന് ഗുജറാത്തിലേക്ക് എത്തിയിരിക്കുന്നു. അടുത്ത സംസ്ഥാനമായ ഗുജറാത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ 5 മിനിറ്റ് നേരം സൂറത്ത് നിർത്തിയിട്ട് നമ്മുടെ ട്രെയിൻ വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മൾ മധ്യപ്രദേശ് എത്തി കേട്ടോ. മധ്യപ്രദേശിൽ ആകെ ഒറ്റ സ്റ്റോപ്പേ ഉള്ളൂ. നമ്മളത് മധ്യപ്രദേശിലേക്ക് കിടക്കുന്നു. ഇവിടെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈനായിട്ട്. ആളിവിടെ കൊടന്ന് തരുമായിരിക്കും. മധ്യപ്രദേശ് രത്ലം സ്റ്റേഷനിൽ നമുക്ക് ഭക്ഷണം കിട്ടിയിരിക്കുന്നു. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് വരും, വാട്സാപ്പിൽ മെസ്സേജ് വരും IRCTCയുടെ. നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരും. അപ്പോൾ അതിൽ കയറിയിട്ട് ചോദിച്ചാൽ മതി. ഗൈസ്, അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മുടെ ബർത്തിന് തൊട്ടപ്പുറത്തുള്ളവരാണ്. ഇത് ആഷിഖ്, ഇത് ലൈനയല്ലേ? ഇത് ആഷിഖ്, ഇത് ലൈന. ഇവർ രണ്ടുപേരും ഉത്തരാഖണ്ഡ് സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ എവിടെ? ശ്രീനഗറിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ തൊട്ടടുത്ത അടുത്ത ട്രെയിൻ വെയിറ്റ് ആണ്. പേര് മൈത്രേയ. വെറൈറ്റി പേരല്ലേ. കേരളത്തിലാണ് വീടെങ്കിലും താമസിക്കുന്ന സെറ്റിൽഡ് ഇൻ UP. എന്താ ചെയ്യുന്നേ? ബികോം ചെയ്യും. ഇപ്പോൾ പോയിട്ട് ഡൽഹി പോയിട്ട് ബികോം ചെയ്യും. ഇപ്പോൾ തുടങ്ങും. ഓക്കെ.
അപ്പോൾ അടുത്ത ആളെയും കൂടെ നമ്മളൊന്ന് പരിചയപ്പെടുത്തിയത് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ചെറിയൊരു ടൈം പാസ് അത്രയേ ഉള്ളൂ. എൻ്റെ ഈ ആംഗിൾ ശരിയല്ലടാ, നാച്ചുറലാണ്. ദുബായിലായിരുന്നു നിർത്തിയിട്ട് വന്നപ്പോൾ ഒരു 4 മാസം 5 മാസമായി. നിങ്ങള് സൈക്കോളജിസ്റ്റ് അല്ല, നിങ്ങൾ പറയും. ക്ലാസ് ഒന്നും വേണ്ട. സമയം 12 മണിയായി. നമ്മൾ കുറേ നേരം അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. ഇതാണ് ട്രെയിൻ യാത്രയുടെ ഒരു ഗുണം. നമുക്കിങ്ങനെ അറിയാത്ത കുറേ ആളുകളായിട്ട് പരിചയപ്പെടാം. രസമല്ലേ? നമ്മളിപ്പോൾ രാജസ്ഥാൻ കോട്ടയിലെത്തി. ഈ വണ്ടി രാജസ്ഥാനും കൂടിയാണ് കടന്നു പോകുന്നത്. രാജസ്ഥാനിൽ ഒറ്റ സ്റ്റേഷനേ ഉള്ളൂ, ഒറ്റ സ്റ്റോപ്പേ ഉള്ളൂ, അതാണ് കോട്ട. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. സോ സീ യു ടുമോറോ. ഗുഡ് നൈറ്റ്. നമ്മുടെ ട്രെയിൻ ആകെ ഡൈവേർട്ടായി. നമ്മൾ പോകേണ്ട റൂട്ടിനൊന്നുമല്ല പോകുന്നത്. ഇപ്പോൾ ഹരിയാനയിലൂടെയൊക്കെയാണ് നമ്മൾ വന്നത്. ഹരിയാനയിലൊന്നും ഈ ട്രെയിൻ പോകുന്ന റൂട്ടേ അല്ല. എന്തോ പണി നടക്കുന്ന കാരണമോ അങ്ങനെ എന്തോ കാരണമാണ് പറഞ്ഞിട്ടുള്ളത്. 12:30 നമ്മൾ ശരിക്കും ഹരിദ്വാർ എത്തേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ സമയം കാണിക്കുന്നത് 3:30 മണിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാനുകൾ ചെറുതായിട്ട് മാറും. ലെറ്റ്സ് സീ. ഇപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് കയറി. ഇനി നെക്സ്റ്റ് സാധാരണ UP ആയിരുന്നു. ഇനിയിപ്പോൾ UP കയറുമോ അതോ നേരെ ഉത്തരാഖണ്ഡിലേക്ക് പോകുമെന്നൊന്നും അറിയില്ല. നോക്കാം നമുക്ക്. ഡൽഹിയിൽ നിന്ന് എടുത്ത ഉടനെയുള്ള കാഴ്ചകളാണ്. സ്ട്രീറ്റ് കണ്ടില്ലേ, എന്താ അല്ലേ? ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ നമ്മൾ ഹരിദ്വാർ എത്തിയിരിക്കുന്നു ഗൈസ്. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം അവരോട് യാത്ര പറയട്ടെ. പോട്ടെ ഞങ്ങൾ. ബൈ ബൈ. ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കാണാം, അല്ലെങ്കിൽ വിളിക്കാം. ബദ്രിനാഥ്. ആഷിഖ് ബ്രോ ബൈ ബൈ ബൈ. അപ്പോൾ ഇവരിനി നേരെ ഋഷികേശ് പോവും. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ മീറ്റ് ചെയ്യും. തീരുമാനിച്ചിട്ടില്ല. ബൈ ബൈ. നമ്മൾ വിളിക്കാം. ഓക്കെ, ടേക്ക് കെയർ. ട്രെയിൻ 6 മണിക്കൂർ ഡിലേ ആയിരുന്നു. നമ്മൾ 12:30 എത്തേണ്ടതായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് 5:30 മണിയായി. 11 സംസ്ഥാനങ്ങളിലൂടെ കവർ ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. സാധാരണ 10 സംസ്ഥാനങ്ങളായിരുന്നു. പക്ഷേ നമ്മുടെ ട്രെയിൻ ഡൈവേർട്ട് ചെയ്ത് കാരണം സാധാരണ കയറാറില്ലാത്ത ഹരിയാനയിലൂടെ നമ്മൾ കയറിയിട്ടുണ്ട്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്നറിയോ നമ്മൾ കടന്നു വന്ന സംസ്ഥാനങ്ങൾ? ഉത്തരാഖണ്ഡ്, നമ്മുടെ കേരളം, പിന്നെ കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, പിന്നെ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി, പിന്നെ ഉത്തരാഖണ്ഡ്. അങ്ങനെ 11 സംസ്ഥാനങ്ങൾ കവർ ചെയ്തിട്ടാണ് നമ്മുടെ കൊച്ചുവേളി ഋഷികേശ് എക്സ്പ്രസ് നമ്മളെ ഹരിദ്വാറിൽ എത്തിച്ചിരിക്കുന്നത് ഗൈസ്. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഫ്രഷ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിഫ്രഷ്മെൻറ്റ് റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ തൊട്ടടുത്ത അയ്യപ്പ ടെമ്പിളിൽ പോകണമെന്ന് വെച്ചിട്ടാണ് ഇവിടെ നിന്ന് റിഫ്രഷ്മെൻറ്റ് റൂമിൽ കയറാത്തത്. നമ്മുടെ ഹരിദ്വാർ സ്റ്റേഷനിൽ നിന്ന് ഒരു 600 മീറ്റർ ദൂരമേ ഉള്ളൂ അയ്യപ്പ ടെമ്പിളിലേക്ക്. അവിടെ നമുക്ക് ചീപ്പ് റേറ്റിന് റൂം കിട്ടും. മലയാളികളാണ് അവിടുത്തെ പൂജാരികൾ. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് നടന്നു പോവാം. ഇതാണ് ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ? ട്രഡീഷണൽ ലുക്ക്. നെയ് ഭയ്യ. ഫ്രണ്ടിലായിട്ട് തന്നെ ശിവൻ്റെ ഒരു പ്രതിഷ്ഠ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് കുറേ ആളുകൾ ഫോട്ടോ എടുക്കുന്നത് കാണാം. ഏതൊരു തീർത്ഥാടന കേന്ദ്രത്തെയും പോലെ നമ്മളിങ്ങോട്ട് കുറേ ഡ്രൈവേഴ്സ്, ഓട്ടോക്കാരും മറ്റേ സൈക്കിൾ റിക്ഷക്കാരും എല്ലാവരും അപ്രോച്ച് ചെയ്യും. നമ്മൾക്ക് ഇവിടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, 600 മീറ്ററേ ഉള്ളൂ. നമ്മൾ നടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വണ്ടി ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഭയങ്കര തിരക്ക് കിട്ടും. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ തന്നെ എന്തോരം വണ്ടികൾ. ഇവിടുത്തെ ഓട്ടോറിക്ഷ ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ. ലുക്ക് തന്നെ അല്ലേ. ഗൂഗിൾ മാപ്പിൽ ശ്രീ അയ്യപ്പ മന്ദിർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും സൈഡിലായിട്ട് കുറേ സംഭവങ്ങൾ, ഹോട്ടൽസാണ് മെയിൻ. പിന്നെ ബൈക്ക് റെൻറ്റിന് കൊടുക്കുന്ന സംഭവങ്ങളുണ്ട്. നമ്മളൊരു ബൈക്ക് ജസ്റ്റ് അന്വേഷിച്ചു. ചെറിയ സ്കൂട്ടറിന് 800 രൂപയാണ് ഒരു ദിവസത്തേക്ക് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മേടിക്കണോ വേണ്ടേ എന്നുള്ള സംശയത്തിലാണ്.
ഗൈസ്, അപ്പോൾ ഇതാണ് അയ്യപ്പ ടെമ്പിൾ. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിലാണ്. ഈ അയ്യപ്പ ടെമ്പിളിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ബോർഡ് കണ്ടില്ലേ, അവിടെ നിന്ന് ലെഫ്റ്റിൽ കൂടെയുള്ള വഴിക്കൂടെ പോയാലാണ് നമുക്ക് റൂംസ് കിട്ടുക. അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടുത്തെ റൂം കിട്ടുക. അയ്യപ്പ ടെമ്പിളിനോട് ചേർന്നിട്ടുള്ള കോംപ്ലക്സിലാണ് ഈ റൂം ഉള്ളത്. നമ്മൾ റൂം എടുത്തു, റൂം കാണിച്ചു തരാം. 2nd ഫ്ലോറിലാണ് നമ്മുടെ റൂം. നമ്മുടെ റൂമിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ടെമ്പിളിലേക്കുള്ള എൻട്രൻസ് കാണാം. ഈ സൈഡിൽ നിന്ന് ഒരു എൻട്രൻസ് ഉണ്ട്. ഗൈസ് ഹായ് ഗൈസ്, ഇതാണ് നമ്മളെടുത്ത റൂം. 4 ബെഡ്. എത്ര രൂപ പറഞ്ഞു? 700 അല്ലേ പറഞ്ഞു? 700 രൂപ. 800 പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ബാർഗെയിൻ ചെയ്താൽ ഒരു 100-200 രൂപയ്ക്ക് കുറച്ച് കിട്ടും. ഇനി ഒന്ന് കുളിക്കട്ടെ ഗൈസ്. 2 ദിവസം ട്രെയിനിലിരുന്നിട്ട് കുളിച്ചിട്ടില്ല. അപ്പം ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി പുറത്തിറങ്ങി. ഉത്തരാഖണ്ഡിലെ ഒരു അയ്യപ്പ ടെമ്പിളിൽ നടയടയ്ക്കുമ്പോൾ നമ്മുടെ ഹരിവരാസനം പാടിയിട്ട് നടയടയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചാൽ മതിയാവും. കാരണം നമ്മളത് കാണാൻ കൂടി വേണ്ടിയിട്ടാണ് അയ്യപ്പ ടെമ്പിളിനോട് ചേർന്നിട്ടുള്ള ഈ റൂമിൽ താമസിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ 8 മണിക്ക് എല്ലാ ദിവസവും 8 മണിക്ക് നടയടയ്ക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഹരിവരാസനം കേൾക്കാൻ പറ്റും. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. ഇനി 1 അവർ ഉണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ 1 അവറിൽ പോയിട്ട് ഡിന്നർ കഴിക്കാം, അതല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് 8 മണിക്ക് ഹരിവരാസനം കേൾക്കാം. ഹരിവരാസനം തുടങ്ങാൻ എന്തായാലും കുറച്ചുകൂടെ സമയമുണ്ട്. തിയേറ്റർ, ഇവിടെ ഒരു തിയേറ്റർ കണ്ടോ ഗൈസ്? നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ തൊട്ടടുത്തുള്ള തിയേറ്ററാണ്. കൽക്കി സിനിമ ഓടുന്നുണ്ട്. റാഡിഷ് അല്ലേ ഇത്? റാഡിഷ്, പാലക്ക്, പിന്നെ സൈഡിലൊക്കെ ഭക്ഷണമാണ്, ഓരോരോ ടൈപ്പ് ഭക്ഷണങ്ങൾ. പിന്നെ ഇവിടുത്തെ റിക്ഷാസ് ആണ് കേട്ടോ ഇത്. നല്ല തിരക്കാണ്. 2 സൈഡിലും കച്ചവടമാണ്. 2 സൈഡിൽ ഭക്ഷണമുണ്ട്, ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഷോപ്പുകളുണ്ട്. ടെമ്പിളിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സാണ്. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മേടിക്കുന്നില്ല. 100 രൂപ എഴുതിയിട്ടുള്ള ബാർഗെയിൻ ചെയ്ത് ഇനിയും കുറയും. ഹരിദ്വാറിലൊരു പച്ചക്കറി കട കണ്ടുള്ളൂ ഗൈസ്. എന്തൊക്കെ സാധനങ്ങളൊക്കെ നല്ല രസമില്ല ഇരിക്കുന്നത് കാണാൻ. നല്ല ഫ്രഷ് വെജിറ്റബിളാണ് തോന്നുന്നു. പാനിപൂരി നിറച്ചിരിക്കുന്നു, നോക്കിക്കേ, ഫുള്ള് പൂരി. പാനിപൂരിയാണോ? ഇത് പാനിപൂരി കഴിച്ചാലോ? ഇവിടുത്തെ സ്പെഷ്യലാണല്ലോ പാനിപൂരി. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് പൂരിയല്ല അല്ലേ, വേറൊരു ടൈപ്പ്, കുറച്ച് നീളൻ പൂരിയാണ്. എന്ത് ബഹളാന്നറിയോ? ഓട്ടോറിക്ഷകളും പിന്നെന്താ സൈക്കിൾ റിക്ഷയും ആൾക്കാർ മൊത്തം തേക്കാണ്. നോക്കിയേ, ഒറ്റ വായ. അയ്യോ വെള്ളം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം കേട്ടോ. ഇപ്പോൾ അയ്യപ്പ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ താമസിക്കണമെന്നൊന്നുമില്ല. ഇവിടെ മുഴുവൻ കാണുന്നത് ഹോട്ടൽസും ഓയോ വരെ ഉണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിലും സ്റ്റേ ചെയ്യാം. സൂക്ഷിച്ച്, എൻ്റെ പൊന്നോ, സൂക്ഷിച്ച് നടക്കണമെന്ന് മാത്രം. മുളക് നോക്കിക്കേ. ഹുക്ക വിൽക്കണ ഷോപ്പ് ഗൈസ്. ഇത് ഹുക്ക തന്നെയല്ല? ഹുക്ക തന്നെ. പിന്നെ അവിടെ മൺചട്ടികളൊക്കെ വിൽക്കുന്ന സംഭവങ്ങളുണ്ട്. കിത്തനായ എത്ര? 600 രൂപ. ഹുക്കയുടെ ആ ഒരു സംഭവത്തിന് 600 രൂപ. അപ്പോൾ 800 രൂപയ്ക്കും 900 രൂപയ്ക്കും 600 രൂപയ്ക്കും പല റേറ്റിന് ഹുക്കകളുണ്ട് കേട്ടോ ഇവിടെ. ബാർബർ ഷോപ്പ് നോക്കിക്കേ. ഹരിദ്വാറിലൊരു ബാർബർ ഷോപ്പ്. എന്ത് ചെറിയ സെറ്റപ്പ് അല്ലേ. നമ്മൾ ATM തപ്പിയിട്ട് നടക്കുകയാണ്, മാപ്പ് നോക്കിയിട്ട്. കയ്യിൽ കുറച്ച് ക്യാഷ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ATM-ന്റെ കാഴ്ചകളൊന്നും കാണും. AC എല്ലാം ഉണ്ട്, പക്ഷെ വളരെ മനോഹരമായിട്ടാണ് ഇത് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് വലിയ ഭാഗ്യം. കാർഡ് കൊടുക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. കാനറ ബാങ്കിന്റെ ATM ആണ്. നോക്കി എന്താണ് ATM ആണോ? എന്റെ പൊന്നു, കാർഡ് കിട്ടിയോ? ഇവിടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് ബേക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. ബേക്ക് ചെയ്യുന്നതിൽ ഇത് കൂടെ പുക പോവും, ഇതിൻ്റെ ഉള്ളിൽ കത്തിക്കും, എന്നിട്ട് അവനൊക്കെ പോലെ ഇതിൻ്റെ ഉള്ളിൽ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും. ഇല്ല, എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? വാവ്, അടിപൊളി.
കൊള്ളാട്ടോ. ഒരു കേരള സൗത്ത് ഇന്ത്യൻ കഫേ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ വന്നത് സൗത്ത് ഇന്ത്യൻ ഭക്ഷണം കഴിക്കാനല്ലല്ലോ, നമുക്ക് നോർത്ത് ഇന്ത്യൻ മതി. ഇത് നമ്മൾ തിരിച്ച് അയ്യപ്പ ടെമ്പിളിൻ്റെ അവിടെ എത്തി. രാത്രിയിൽ ലൈറ്റൊക്കെ ഓണാക്കിയപ്പോൾ പ്രത്യേക ഒരു ലുക്കാട്ടോ. നല്ല തിരക്കും. ആ ഒരു വഴി കണ്ടോ, നടക്കുന്ന വഴി കൂടെ തന്നെയാണ് ആൾക്കാരിങ്ങനെ പരന്ന് നടക്കും, വണ്ടികൾ നടുക്ക് കൂടെ വരും. അങ്ങനെ മൊത്തത്തിൽ ഒരു ഡിഫറെൻ്റ് വൈബാണ്. ഒരു ഗംഭീര ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഉത്തരാഖണ്ഡ് വന്നിട്ട് ഇവിടുത്തെ അയ്യപ്പ ടെമ്പിളിൽ ഹരിവരാസനം കേൾക്കാന്ന് പറയുമ്പോൾ ആ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നവർ ഇവിടെ അയ്യപ്പ ടെമ്പിളിൽ സ്റ്റേ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താ പറയുക, ശരിക്കും നമ്മുടെ നാട്ടിലെത്തിയ ഒരു ഫീൽ കിട്ടും. നമ്മുടെ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫീൽ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതാണ്. എൻ്റെ അമ്മയും ടുട്ടുവിൻ്റെ അമ്മയും, രണ്ടമ്മമാരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കും. ഉത്തരാഖണ്ഡിലെ കാഴ്ചകൾ ഒറ്റ വീഡിയോയിൽ എന്തായാലും ഒതുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യണം, 2-3 വീഡിയോസ് ചെയ്യണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഓരോരോ പാർട്ടായിട്ട് ഇറക്കാനാണ് പ്ലാൻ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ നാളെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇന്ന് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ അടുത്ത ദിവസമായിരിക്കും അടുത്ത പാർട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി കാഴ്ചകളുമായിട്ട് നമ്മൾ നാളെ വീണ്ടും വരും. ഗൈസ് ഒരു ബൈ പറ. അപ്പോൾ ആദ്യത്തെ പാർട്ട് 1 ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നാളെ കാണാം, നാളെ അപ്ലോഡ് ചെയ്യും. സോ ബൈ ബൈ, നാളെ കാണാം. ഗുഡ് നൈറ്റ്.